വിലക്കുറവിന്റെ പര്യായം. കണാരി ഫയർവർക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർവർക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്. പ്രതിപക്ഷ നേതാവിന്റെ CPM BJP ഡീൽ ആരോപണത്തിന് മറുപടിയുമായി CPM കേന്ദ്ര കമ്മിറ്റി അംഗവും പേരാവൂർ മണ്ഡലം ഇടത് സ്ഥാനാർത്ഥിയുമായ KK ശൈലജ. CPMന് ഡീൽ ജനങ്ങളുമായി മാത്രം, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള പാഴ്ശ്രമമാണെന്നും ശൈലജ ഗ്രാമികയോട് പറഞ്ഞു. പേരാവൂരിന്റെ വികസന മുരടിപ്പിന് ജനം തനിക്ക് വോട്ട് നൽകുമെന്നും ശൈലജ പറഞ്ഞു. ഓരോ ബൂത്തുകളും കേന്ദ്രീകരിച്ച് വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് ശൈലജ. ജിസ്നീഷ് കാക്കര തയ്യാറാക്കിയ റിപ്പോർട്ട്. പേരാവൂർ മണ്ഡലം എടുത്ത സ്ഥാനാർത്ഥി KK ശൈലജ ഇപ്പോൾ നമ്മളോട് ചേരുകയാണ്. ടീച്ചറോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ടീച്ചറെ, ഇപ്പം പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കുറച്ചുകൂടി മുമ്പോട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഒരു ആത്മവിശ്വാസം? നമുക്കൊരു ഭൂരിപക്ഷം എന്ന് പറയാനുള്ള ഒരു സാധ്യത? തീർച്ചയായും ജനങ്ങളെ കൂടുതലായി സമീപിക്കും തോറും ജനങ്ങൾ കൂടുതലായി LDFന് അനുകൂലമായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. പല മേഖലകളിലും പോകുമ്പോൾ ജനങ്ങൾ പറഞ്ഞിട്ടുള്ള ഇതാണ്, പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളോ ഇവിടെ ഉണ്ടാകുന്നില്ല. ഇരിട്ടി ആശുപത്രി ഞാൻ മന്ത്രിയായപ്പോൾ 53 കോടി രൂപ അനുവദിച്ചതാണ്. അവിടെ ചെറിയ സ്ഥലത്തിൻ്റെ ഒരു വിഷയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തുടക്കം കുറിച്ചു വന്നല്ലാതെ നിരന്തരമായി ജനപ്രതിനിധികൾ മോണിറ്ററിംഗ് നടത്തിയാലേ ഒരു വർക്ക് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഞാനിവിടെ ജയിച്ചു വന്നാൽ ഏറ്റവും ഒന്നാമത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇരിട്ടി താലൂക്ക് ഹോസ്പിറ്റൽ ഞങ്ങൾ അന്ന് വിഭാവനം ചെയ്തതുപോലെ ആഗ്രഹിച്ചതുപോലെ ഒരു ഹൈടെക് ആശുപത്രിയായി ജനങ്ങൾക്ക് സമർപ്പിക്കുക എന്ന കാര്യമാണ്. അതുപോലെ അപ്പുറത്ത് പേരാവൂർ താലൂക്ക് ആശുപത്രിയും, മട്ടന്നൂര് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇനിയിപ്പോൾ ഒരു 4-5 മാസം കൂടി കൊണ്ട് അതിൻ്റെ നിർമ്മാണം പൂർണ്ണമാകും. ഒരു വലിയ ഹോസ്പിറ്റലാണത്. അപ്പുറത്ത് കൂത്തുപറമ്പ് ഹോസ്പിറ്റൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, തല ഉയർത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ മണ്ഡലത്തിൽ ചെയ്യാനുണ്ട്. പേരാവൂരെ ജനങ്ങൾ എന്നെ വിജയിപ്പിച്ചാൽ അതൊക്കെ ചെയ്യാൻ ജനങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും എന്നാണ് എല്ലാവരോടും പറയുന്നത്. ജനങ്ങളിൽ നിന്ന് വലിയ സഹകരണമാണ്. LDFന് നന്നായിട്ട് നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. അതെ, എങ്ങനെയാണ് ജനങ്ങളെ ഒന്നും വിശ്വസിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. നുണ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഇലക്ഷൻ കാലത്ത് അവരുടെ സ്ഥിരം പരിപാടിയായിരിക്കുകയാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കണം. CPMും BJPയും തമ്മിൽ ഡീലുണ്ടെന്ന് പറഞ്ഞാൽ ആരാ അത് വിശ്വസിക്കുക? പക്ഷേ 10 ആളെങ്കിലും വിശ്വസിക്കുമോ? ആരെങ്കിലും അത് കണ്ടിട്ട് വോട്ട് ചെയ്യാതിരിക്കുമോ എന്നാണ് എൻ്റെ നിയോജക മണ്ഡലത്തിലെ പ്രിയപ്പെട്ട ജനങ്ങൾ. അത്തരത്തിലുള്ള നുണപ്രചരണം തള്ളിക്കളയണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. അതവർ തള്ളിക്കളയും. ശരിക്കും ആരുമായിട്ടാണ് ഡീലുള്ളത്? ജനങ്ങളായിട്ടാണോ? ഞങ്ങൾക്ക് ജനങ്ങളുമായിട്ട് മാത്രമാണ് ഡീൽ. ബഹുജനങ്ങളുമായി അവര് എല്ലാ പാർട്ടിയിലും പെട്ടവരുണ്ട്. ബഹുജനങ്ങൾ അവരെല്ലാം ഇക്കുറി പേരാവൂർ ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നു. ആ പേരാവൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുമായിട്ടാണ് ഞങ്ങളുടെ ഡീൽ. KK ശൈലജയാണ് നമ്മൾ പ്രതികരിച്ചിരിക്കുന്നത്. ജനങ്ങളുമായിട്ടാണ് ഡീലെന്നാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. പേരാവൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും ക്യാമറമാൻ അരുൺ ജനാർദ്ദനൊപ്പം ജിസ്നീഷ് കാക്കര, ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. അരുൺ A എന്ന പടക്കക്കടയിൽ നിന്ന് 99 രൂപയ്ക്ക് 3 പാക്കറ്റ് പൂക്കുറ്റിയും 80 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. മനു B എന്ന പടക്കക്കടയിൽ നിന്ന് 64 രൂപയ്ക്ക് 2 പാക്കറ്റ് പൂക്കുറ്റിയും 88 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. ഏത് കടയിൽ നിന്നാണ് ലാഭത്തിന് പടക്കം കിട്ടിയത് എന്ന് പറയാമോ? കണാരി വൈവിധ്യമാർന്ന ശിവകാശി പടക്കങ്ങളുടെ മഹനീയ ശേഖരം, വിലക്കുറവിന്റെ പര്യായം. കണാരി ഫയർവർക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർവർക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്.